നമസ്കാരം. കണ്ണിൽ നോക്കി മതം മാറ്റാൻ കഴിവുള്ളയാൾ എന്നാണ് വിവാദ ഇസ്ലാമിക പ്രാസംഗികൻ സാക്കിർ നായിക് വിശേഷിപ്പിക്കപ്പെടുന്നത്. തനിക്ക് നേരെ ഏത് ചോദ്യങ്ങൾ വന്നാലും അതിനെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തിയെടുക്കുന്നതിലും അദ്ദേഹം മുന്നിലാണ്. ഹലാലും ഹറാമും തീരുമാനിക്കുന്നതടക്കമുള്ള ഏത് ഇസ്ലാമിക വിഷയത്തിൻ്റെയും അവസാന വാക്കായി അറിയപ്പെട്ടിരുന്ന സാക്കിർ നായിക്കിൻ്റെ സ്വാധീനം മൂലം ആയിരങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ നടന്ന പൊതുപരിപാടിയിൽ ഒരു പെൺകുട്ടി സാക്കിർ നായിക്കിനെ നിർത്തിപ്പൊരിച്ചതാണ്. കറാച്ചിയിൽ നടന്ന പ്രഭാഷണത്തിനിടയ്ക്ക് ഖൈബർ പക്തൂൺഖയിൽ നിന്നുള്ള പൽവാഷ എന്ന പെൺകുട്ടി ഒരു ചോദ്യം സാക്കിർ നായിക്കിന് നേർക്ക് തൊടുത്തു. താൻ താമസിക്കുന്ന സ്ഥലം ഇസ്ലാമിസ്റ്റുകളുടെ ഏരിയയാണെന്നും ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നുവെന്നും അവർ പറയുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരും. വെള്ളിയാഴ്ചകളിൽ എല്ലാവരും മതപ്രഭാഷണങ്ങൾ കേൾക്കുന്നു. ഇതൊക്കെയാണെങ്കിലും മയക്കുമരുന്ന് ഉപയോഗവും കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതും വ്യഭിചാരവുമൊക്കെ അവിടെ വർദ്ധിച്ചു. എല്ലാം അറിഞ്ഞിട്ടും ഒരു മത നേതൃത്വവും ഈ വിഷയത്തിൽ ഒന്നും പറയാത്തത് എന്തുകൊണ്ടാണെന്ന് പെൺകുട്ടി ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇപ്പോഴും അധപ്പതിക്കുന്നത് എന്നും പെൺകുട്ടി ചോദിച്ചു. കുട്ടി ചോദ്യം തുടരുമ്പോൾ തന്നെ ചെറുതാക്കണമെന്നും ഒരു ചോദ്യം മാത്രമാക്കണമെന്ന് പറഞ്ഞ് സാക്കിർ നായിക് അസ്വസ്ഥനാകുന്നുണ്ട്. പാൽവാഷിയുടെ ചോദ്യം കേട്ട് കിളി പോയ പോലെയായി സാക്കിർ നായിക്. ആദ്യം തന്നെ ചോദ്യം ചോദിച്ച പെൺകുട്ടിയെ മറുചോദ്യങ്ങൾ കൊണ്ട് വിരട്ടാനായിരുന്നു ശ്രമം. താങ്കളുടെ ചോദ്യത്തിൽ തെറ്റുണ്ട് എന്ന് പറയുന്ന സാക്കിർ നായിക്കിനോട് പെൺകുട്ടി കൃത്യമായി മറുപടി പറയുന്നുണ്ട്. ഇതോടെ സാക്കിർ നായിക് ക്ഷുഭിതനാവുകയാണ്. ഈ ചോദ്യം തന്നെ അപ്രസക്തമാണ്. ഖുറാനിൽ പിഡോഫീലിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. പിഡോഫീലിയെക്കുറിച്ച് ഇസ്ലാമിക എഴുത്തുകളിലൊന്നും തന്നെ പരാമർശിക്കുന്നതേയില്ല. ഇസ്ലാമിക അന്തരീക്ഷത്തിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല. പിഡോഫീലിയ ഇസ്ലാമിൽ തെറ്റായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ആരെങ്കിലും മുസ്ലിം ആണെങ്കിൽ അയാൾക്ക് പിഡോഫീലിയ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ അയാൾക്ക് മുസ്ലിം ആകാൻ കഴിയില്ല. നിങ്ങളുടെ ചോദ്യം തെറ്റാണെന്നാണ് സാക്കിർ നായിക് പറയുന്നത്. എന്നാൽ കുട്ടി മൈക്ക് വിടാതെ വീണ്ടും മറുപടി പറയുന്നുണ്ട്. ഇതോടെ നിർത്താൻ പറഞ്ഞ് സാക്കിർ നായിക് കൂടുതൽ ക്ഷുഭിതനാവുകയാണ്. ഖുറാനിൻ്റെ ആയത്തുകളുടെ നമ്പറുകളൊക്കെ പറഞ്ഞ് വിഷയം തിരിച്ചുവിടുകയാണ് അദ്ദേഹം ചെയ്തത്. ഇക്കാര്യത്തെക്കുറിച്ച് ഇനി ശബ്ദിക്കരുത്, അള്ളാഹുവിനോട് മാപ്പപേക്ഷിച്ച് മിണ്ടാതിരിക്കൂ, ഇങ്ങനെ കൂടി പറഞ്ഞ് കുട്ടിയെ വിരട്ടാനാണ് സാക്കിർ നായിക് ശ്രമിച്ചത്. പക്ഷേ ഇതിൻ്റെ വീഡിയോ പുറത്തിറങ്ങിയതോടെ ലോകമെമ്പാടുമുള്ള സ്വതന്ത്ര ചിന്തകരും ഫെമിനിസ്റ്റുകളും പൽവാഷി അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ്. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന പെൺകുട്ടികളാണ് യഥാർത്ഥ പോരാളികളെന്നും പലരും എഴുതുന്നു. പാകിസ്ഥാൻ പോലെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പെൺകുട്ടിക്ക് എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായല്ലോ എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ലോകത്ത് ഇനിയും നന്മയുടെ പ്രതീകങ്ങളായി ധാരാളം പൽവാഷമാർ പിറന്നാലേ മാനവിക വിരുദ്ധതയുടെ വളനിലങ്ങളായ സാക്കിർ നായികളെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇന്ത്യയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, അക്രമത്തിന് പ്രേരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട് 2016 മലേഷ്യയിലേക്ക് മുങ്ങിയ വ്യക്തിയാണ് സാക്കിർ നായിക്. 2016 ബംഗ്ലാദേശിലെ ധാക്കയിൽ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ മൊഴിയെ തുടർന്നാണ് വിവാദ മതപ്രഭാഷകന് മേൽ കുരുക്ക് വീഴുന്നത്. ഐസിസിൽ ചേരാൻ പ്രചോദനം കിട്ടിയത് സാക്കിർ നായിക്കിൻ്റെ പ്രഭാഷണങ്ങളായിരുന്നു എന്നാണ് അവരുടെ മൊഴി. ഭീകരവാദം, മതപരിവർത്തനം തുടങ്ങിയ കേസുകളിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടുള്ളത്. ധാക്ക ഭീകരാക്രമണ കേസിലെ പ്രതികളുടെ മൊഴി പുറത്തു വന്നതിന് പിറകെയായിരുന്നു സാക്കിർ നായിക് ഇന്ത്യ വിട്ടത്. അറസ്റ്റ് ഉണ്ടാകും എന്നുറപ്പായ സാഹചര്യത്തിലായിരുന്നു ഇത്. തുടർന്ന് മലേഷ്യയിൽ അഭയം തേടുകയായിരുന്നു. സാക്കിർ നായിക്കിൻ്റെ കോടികളുടെ സ്വത്തുവകകൾ മോദി സർക്കാർ കണ്ടുകെട്ടിയിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും ഇന്ത്യക്കെതിരെ വിഷം ചീറ്റുന്നതിൽ നിന്ന് ഇദ്ദേഹം ഒരു അണുപോലും പിറകോട്ട് പോയിട്ടില്ല. നേരത്തെ മലേഷ്യയിൽ പൗരന്മാരായ ഹിന്ദുക്കൾക്ക് കൂറ് രാജ്യത്തോടല്ലെന്നും നരേന്ദ്രമോദിയോടാണെന്നും ഇദ്ദേഹം പ്രസ്താവിച്ചിരുന്നു. ഇന്ത്യ വിടാൻ കഴിയാത്ത മുസ്ലിങ്ങൾ കേരളത്തിലേക്ക് വരണമെന്ന സാക്കിറിൻ്റെ പ്രസ്താവന കേരളത്തെയും വിവാദത്തിലാക്കി. ഇന്ത്യയിലെ BJP സർക്കാരിനെ ഉപദ്രവിക്കുന്നതിനും അടിച്ചമർത്തുന്നതിനും ഇന്ത്യൻ മുസ്ലിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എന്ന അനുയായിയുടെ ചോദ്യത്തിന് കേരളത്തിലേക്ക് പോകണം എന്നായിരുന്നു സാക്കിർ നായിക് മറുപടി നൽകിയത്. ഇതും വലിയ വിവാദമായിരുന്നു.